എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആൻസി ടീച്ചറിനെ തേടി. പഞ്ചമഹാനദി, പഞ്ചബാണൻ, പഞ്ചകർമ്മ ചികിത്സാരീതി, പഞ്ചമഹാനദികൾ, ഇനി പഞ്ചകൂട്ടി പറഞ്ഞ് പഞ്ചവർണ്ണ കിളികൾ, ഇങ്ങനെ ഒരുപാട് പഞ്ച എന്ന വാക്കുകൂട്ടി. ആ പഞ്ച എന്നുള്ളത് 5 എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിശേഷണം കൂട്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആൻസി ടീച്ചർ പഞ്ചമരുന്നുകൾ 5 തരം രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ടീച്ചർ എങ്ങനെയാണ് അതിലേക്ക് വന്നത്, ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു വൈദ്യമൊന്നുമുള്ള ഒരു ആളല്ല, പിന്നെ എങ്ങനെ ടീച്ചർ അധ്യാപികയായിരുന്നല്ലോ, എങ്ങനെയാണ് ഈ മരുന്ന് എന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നത് എന്ന് നമുക്ക് ടീച്ചറിനോട് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചറിഞ്ഞാലോ. പോകാം ടീച്ചറിൻ്റെ അടുത്തേക്ക്. ഫോളോ മീ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മരുന്നുണ്ടാക്കുന്ന ആൻസി ടീച്ചർ കേട്ടോ. ടീച്ചറുമൊത്ത് ഞാൻ മുമ്പ് 2 വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് താമരകളുടെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ, രണ്ടാമത്തെ വീഡിയോ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചുള്ള വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തു. മൂന്നാമത്തെ കാര്യമാണ് ടീച്ചർ മരുന്നുണ്ടാക്കുന്നുണ്ട്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകളാണ് ചില രോഗങ്ങൾക്ക്. അത് ഏതൊക്കെ രോഗങ്ങൾക്കാണ് മരുന്നുണ്ടാക്കുന്നതെന്ന് നമുക്ക് ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ടീച്ചർ എങ്ങനെയാണ് ഈ മരുന്നുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നതെന്നൊന്ന് പറയാമോ? മരുന്നുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത് ഞാൻ ഒത്തിരി കാലം മുമ്പ് പഠിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഒരു പേപ്പറിൽ ഈ കാലിൽ വളം കടിക്കുക, വെള്ളം തിന്നുക എന്നൊക്കെ പറയുന്നത്, അതിനൊരു എണ്ണ കാച്ചുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ഞാനൊരു പേപ്പറിൽ വായിച്ചു. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തു നോക്കി. അതൊരു 2 പ്രാവശ്യമൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേന് ആ കാലിലെ തൊലിയെല്ലാം വന്ന് മൂടുന്നുണ്ട് നന്നായിട്ട്. വളങ്കടി തന്നെ. അപ്പൊ ആദ്യം ടീച്ചർ വളങ്കടിക്കുള്ള മരുന്നാണ് ഉണ്ടാക്കി പരീക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. നിങ്ങളും കേട്ടല്ലോ. അതിന് ടീച്ചറിന് നിമിത്തമായത് ഒരു പേപ്പർ കട്ടിങ്ങില് മരുന്നുണ്ടാക്കുന്ന വിധത്തിന്റെ കുറിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണല്ലേ? അതെ അതെ. ഞാൻ എവിടുന്ന് എന്തോ വായിച്ചത് അതുപോലെ ഞാൻ ആക്കി. അങ്ങനെ ടീച്ചർ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മരുന്ന് വളങ്കടിയുടെ മരുന്നാണ്. അപ്പൊ അത് സക്സസ് ആയപ്പോ ടീച്ചറിന് കോൺഫിഡൻസ് വർദ്ധിച്ചു അല്ലേ? പിന്നെ ഇതുപോലെയൊക്കെ കണ്ടാലും ഉണ്ടാക്കാവുന്നൊരു തോന്നൽ വന്നു. ആത്മവിശ്വാസം വന്നു. പിന്നെ കൂടുതലായിട്ട് വളങ്കടി ഒരു ചെറിയ രോഗമാണ്. കൂടുതലായിട്ട് ചില വലിയ രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അതെപ്പോഴാ? പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഈ CDI വർക്ക് ചെയ്യുമ്പോൾ സണ്ണിച്ചേട്ടന് കോയമ്പത്തൂർ ഒരു ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് എന്താ ക്ലാസ് കൊടുത്ത കൂട്ടത്തിൽ തേൻ ഉപയോഗിച്ചിട്ട് ശ്വാസം മുട്ടല, കഫക്കെട്ട്, സ്ഥിരമായിട്ടുണ്ടാകുന്ന പനി, ജലദോഷമൊക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു ലേഖ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പം പറഞ്ഞു വന്നു. അപ്പോൾ അത് എഴുതിക്കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ഇതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളാൻ. അപ്പം അത് ഉണ്ടാക്കി വെച്ചാൽ 42 ദിവസം കഴിയണോ എടുക്കാറാകണമെങ്കിൽ. ടീച്ചറെ അത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ചോദിക്കുവാണ്. അപ്പൊ ടീച്ചർ ഈ തേൻ ഉപയോഗിച്ചുള്ള ലേഹ്യം ഉണ്ടാക്കി വെച്ചിട്ട് 42 ദിവസം കഴിയണല്ലേ എടുക്കണമെങ്കിൽ. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു ആൾ ആവശ്യപ്പെട്ടാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് 42 ദിവസം കഴിഞ്ഞേ കൊടുക്കുകയുള്ളൂ, അതോ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങ് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് 42 ദിവസം കഴിഞ്ഞേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. ഇങ്ങനെ ഒത്തിരി വെളിച്ചത്തല്ലാതെ വെക്കണമെന്നാണ്. അപ്പൊ അത് വെക്കാനുള്ള ആ ഒരു രീതിയൊക്കെ കറക്റ്റ് ടീച്ചർ വെച്ചാലേ ശരിയാവുള്ളൂ. ചില്ലു ഭരണിയില് വെളിച്ചത്ത് വെക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അപ്പൊ അതിന്റെ രീതികൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. ആ മരുന്ന് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവര് ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. ടീച്ചർ ഉണ്ടാക്കി ഇവിടെ തന്നെ വെക്കുക. എന്നിട്ട് ആ ഒരു 42 ദിവസത്തിന് ശേഷം അയച്ചു കൊടുക്കുക. അതേ നടക്കുള്ളൂ. എന്നാൽ അതിന്റെ കറക്റ്റ് പാകത്തിന് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ അധികം ഒന്നും ആൾക്കാർ ചോദിക്കുന്നില്ലാത്തതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാറില്ല. എന്നാലും ഞാൻ കേട്ടെടുത്തെങ്കിൽ നല്ലതാ. എന്നാന്നറിയാവോ, ചില പിള്ളേർക്കൊക്കെയാണ് സ്ഥിരമായിട്ട് കഫക്കെട്ടും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് എപ്പോഴും ആശുപത്രി കയറ്റവാ. ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പനി, ജലദോഷമൊക്കെ വന്നുകൊണ്ടിരുന്ന കുറേ പേർക്ക് കൊടുത്ത പിള്ളേർക്കൊക്കെ അവർക്ക് പിന്നെ പനിയൊന്നും വരുന്നില്ലെന്നായി. തേന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതിനകത്ത് കുറെ കൂട്ടങ്ങളുണ്ട്. തേനും അല്ലേ മെയിൻ ഒരു സാധനമാണ്. ആരോഗ്യം വർദ്ധിപ്പിക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന സാധനങ്ങൾ 4-5 സാധനങ്ങളുണ്ട്. തേനുണ്ട്, എള്ളുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ. അതിപ്പോ തേനകത്ത് തേൻ നെല്ലിക്ക, പിന്നെ ഹണി, ജാം, ഇങ്ങനെയുള്ള ഈ തേൻ കൊണ്ടുള്ള ഏത് ഐറ്റം കഴിച്ചാലും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുമല്ലോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ കൊക്കക്കോളയും പോലെയുള്ള സാധനം, പെപ്സിയൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം ഈ തേനൊക്കെ വാങ്ങി കഴിക്കുവാണെങ്കിൽ, തേനും കൊണ്ടുണ്ടാക്കിയ ഇതുപോലെയുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുവാണെങ്കിലേ, അല്ലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്താൽ തന്നെ മറ്റു രോഗങ്ങൾ വരാതിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇനി മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകുന്നത്.
അപ്പോൾ വളങ്കടിക്കുള്ള മരുന്നായി. രണ്ടാമത്തേത് എന്താണ്? തേൻ ഉപയോഗിച്ചുള്ള ലേഹ്യമായി, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. മൂന്നാമത്തേത് എന്താ? ഇനി ഇപ്പം പ്രധാനമായിട്ട് വെരിക്കോസ് വെയിനുള്ള മരുന്നാണ് ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ അത് ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ്. ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിന്ന് അല്ലേ, വീട്ടമ്മമാരാണെങ്കിലും അടുക്കളവർക്കാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തെ അവർക്ക് വേദനയായി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ചില ലേഡീസിനൊക്കെ ഫസ്റ്റ് ഡെലിവറിയോട് അനുബന്ധിച്ചൊക്കെ വെരിക്കോസ് വെയിൻ വരുന്നു, പിന്നെ അത് മാറുന്നില്ല. അതിങ്ങനെ എൻ്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഞാൻ അറിയുന്ന അവർക്കൊക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ ആ നേർസ് ഇങ്ങനെ തടിച്ചു വരിക, ഞരമ്പ് പിടച്ച് വരും. പിന്നെ ഞരമ്പ് തടിച്ചു വരുന്നത് മാത്രമല്ല, ഇങ്ങനെ ഉരുണ്ട് നെല്ലിക്ക പോലെ ഉരുണ്ടിട്ട് വരും. അത് പൊട്ടാൻ പാടില്ലെന്നാ പറയുന്നത്. പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് പോകുന്നു, നമ്മൾ അറിയുകയല്ല, നമുക്ക് വേദന ഉണ്ടാകുകയല്ല. വേദന ഉണ്ടാവുകയല്ലേ? ബ്ലഡ് പോകുന്നു. അയ്യോ, പൊട്ടിട്ട് ബ്ലഡ് പോകുമ്പോൾ വേദനയൊന്നുമില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഭീകരമായ അവസ്ഥയാണല്ലോ. അങ്ങനെ വല്ലതും കണ്ടാൽ അതിന് ഒരു ഒറ്റ മൂലി പോലെ പറഞ്ഞു തരാം. പിന്നെ ഇങ്ങനെ ആരുടെയും പൊട്ടുവാണെങ്കിൽ പൊട്ടുന്നത് നമ്മൾ അറിയുമല്ല, ബ്ലഡ് പോകുന്ന കണ്ടാൽ മാത്രം നമ്മൾ അറിയുള്ളൂ. എന്തേരം പോകുന്നൊരു കണക്കില്ല. അങ്ങനെയുണ്ട് വെരിക്കോസ് വെയിൻ പൊട്ടിയാൽ. അപ്പം നമ്മളങ്ങനെ പൊട്ടിയതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ 1 രൂപ 2 രൂപ നാണയങ്ങളില്ലേ, ആ നാണയങ്ങൾ ചെളിയൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു നാണയം എടുത്തിട്ട് ആ പൊട്ടിയ സ്ഥലത്ത് ഇങ്ങനെ അമക്കി വെച്ചിട്ട് കെട്ടി വെക്കുക. ആണോ? ഉടനെ തന്നെ നിന്നോളും. ഇച്ചിരി കഴിയുമ്പോൾ അഴിച്ചു കളഞ്ഞാൽ മതി. അല്ലാതെ ബ്ലഡ് ഇങ്ങനെ പോകും. അത് ഒരു പുതിയ അറിവാണ്. ഇതൊരു ഭീകരമായ അവസ്ഥയാണ്. ടീച്ചർ പറഞ്ഞതൊരു പുതിയ അറിവാണ്. അതെല്ലാവർക്കും അറിയത്തില്ലാത്ത കാര്യം. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഇവിടെ മരുന്നിന് വരുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാണയം അമക്കി വെക്കുക, എന്നിട്ട് കെട്ടി വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് അഴിച്ചു കളയുക, ബ്ലഡ് തന്നെ നിന്നോളും. ദൈവമേ, അപ്പൊ ഈ അറിവുകളൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ ടീച്ചറെ. ഞാൻ നോക്കട്ടെ, ഈ വീഡിയോയിലൂടെ കുറെ പേരിലേക്കെങ്കിലും എത്തിക്കാവോ എന്ന്, അവർക്കൊക്കെ ഉപകാരമാവുമല്ലോ. പിന്നെ അങ്ങനെ വെരിക്കോസ് വെയിനിന് മരുന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാ? ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഉണ്ടാക്കി കൊടുക്കുവാണോ? ഇല്ല, അങ്ങനെ അന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം വേണം ഉണ്ടാക്കണമെങ്കിൽ. അപ്പം അതിന് വേണ്ട ഒരു 5-8 കൂട്ടം സാധനങ്ങളുണ്ട്. അതെല്ലാം നേരത്തെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കും. അതായത് അത് ചൂട് കൊള്ളാൻ പാടില്ല. ഈ ഫ്രിഡ്ജിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ, ആ പച്ചക്കറി വെക്കുന്ന ആ തട്ടിൽ ചെറിയ തണുപ്പിൽ വേണം ഈ മരുന്നിരിക്കാൻ. മരുന്നുണ്ടാക്കിയ പാടെ ഇതെടുത്തിട്ട് അവിടെ വെക്കുവാണ്? ഉടനെ വെക്കത്തില്ല. ഇപ്പൊ ഇന്ന് മരുന്നുണ്ടാക്കി, ഇന്ന് വൈകുന്നേരം കൊണ്ട് അത് പണി പൂർത്തിയായെങ്കിൽ ചൂടാണല്ലോ, 5-6 മണിക്കൂർ ഇളക്കാനുണ്ട് അടുപ്പ വെച്ച്. അപ്പോൾ അത് ചൂടോടെ അവിടെ ഇരിക്കും. രാവിലെ ഒക്കെ ആകുമ്പോഴത്തേന് നല്ല തണുത്ത് കഴിയുമ്പോൾ പിന്നെ ഭരണിയിൽ നിറച്ചിട്ട് അങ്ങനെ പിന്നെ ഭരണി നിറച്ചിട്ട് ഈ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കും. എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരുന്നോളൂ. അപ്പൊ ഇത് വാങ്ങുന്നവര് വീട്ടിൽ കൊണ്ടുപോയാലും അവരും ഫ്രിഡ്ജിൽ വെക്കണം, അടിയിലത്തെ തട്ടിൽ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രീസറിലൊന്നും വെക്കരുത്, അങ്ങനെ തണുപ്പാകരുത്, ചെറിയ തണുപ്പ് അങ്ങനെ ആവുള്ളൂ വെക്കണം. എന്നിട്ട് ഈ വെരിക്കോസ് വെയിൻ എത്ര പഴക്കമുള്ളതാണോ? പഴക്കമുള്ളതാണെങ്കിലും അതിനനുസരിച്ച് എത്ര നാള് തേക്കേണ്ടി വരുമെന്ന് ഏകദേശം നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഇപ്പം തുടക്കമൊക്കെ ആണെങ്കിൽ 2-3 മാസം കൊണ്ടൊക്കെ മാറിക്കിട്ടും. കുറേ കൂടുതലായതാണെങ്കിൽ 4-5 മാസങ്ങളൊക്കെ എടുക്കും മാറണമെങ്കിൽ. അപ്പൊ ദൂരെയുള്ളവർക്ക് വേണമെങ്കിൽ, അവർക്ക് ഇവിടെ വന്ന് കാണിക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അവരുടെ അവസ്ഥ ഫോട്ടോ എടുത്ത് വിട്ടാൽ മതി. ഫോട്ടോ എടുത്ത് വിട്ടിട്ട് ഞാൻ കൊറിയറിൽ അയച്ചു കൊടുക്കാം. ഇപ്പോഴും അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പം കേരളത്തിനകത്തായാലും ഇന്ത്യക്കകത്തായാലും വിദേശ രാജ്യങ്ങളിലായാലും ഒക്കെ അയച്ചു കൊടുക്കാം, എവിടെ വേണേലും അയച്ചു കൊടുക്കാം. അപ്പൊ ഈ പ്രശ്നം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഓരോ രോഗത്തിനും, അത് ചെറുതോ വലുതോ ആകട്ടെ, ഓരോന്നിനും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടല്ലേ. ശരീരത്തെ എന്ത് രോഗം വന്നാലും അത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. വലുതാണേ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ അങ്ങ് വലുതായി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയല്ലേ? ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഓപ്പറേഷൻ ചെയ്താലും കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെയും വരുന്നുണ്ടെന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഈ ഓപ്പറേഷൻ ചെയ്തവരെല്ലാരും പറയുന്നത് കുറെ നാൾ കഴിയുമ്പോൾ വരുന്നുണ്ടെന്ന്. ഓപ്പറേഷന് പൈസയും ഒത്തിരി ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടും വേറെ ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ മാത്രമല്ലാതെ പിന്നെന്താ കരിച്ചു കളയുന്നോ ഏതാണ്ടൊക്കെ വേറെ പുതിയ രീതികളുണ്ടല്ലോ, 4 രീതികളുണ്ട്. പക്ഷെ അന്നേരം എല്ലാരും പറയുന്നുണ്ട് കാലിന്റെ ബലം കുറയുന്നുണ്ട്, മസിലിനൊക്കെ അന്നേരം ബലം കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തവര് പറയുന്നുണ്ട് അങ്ങനെ. ഈ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വരികയില്ലെന്ന് ഉറപ്പല്ലേ? ഒരു 10-15 വർഷമായിട്ട് പോയവരുടെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതാണ് സാക്ഷ്യം. പിന്നെ ഇത് പൂർത്തിയാകാതെ നിർത്തി കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്തമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്നു. അപ്പൊ കേട്ടല്ലോ, ആരെങ്കിലും ഈ മരുന്ന് ടീച്ചറിനോട് വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി പാലിക്കണം.
അങ്ങനെ പാലിച്ചാൽ വെരിക്കോസ് വെയിൻ പൂർണ്ണമായി മാറ്റിത്തരുന്ന കാര്യം ടീച്ചർ ഏറ്റു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? ആ അത് നമ്മളുടെ ഒരു സ്വഭാവമാണ് ടീച്ചറെ. നമ്മളിപ്പോൾ ഒരു പനി വന്നാൽ പോലും നമ്മൾ ഒരു കോഴ്സ് മൊത്തം കഴിക്കുകയല്ല, കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ 4 ഗുളിക കഴിച്ചു, പിന്നെ അതവിടെ കിടക്കും. അങ്ങനെയാണ്. വെരിക്കോസ് വെയിനും കൂടുതലുള്ളവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ നിൽക്കും, വേദന വരുന്നുണ്ട്. അപ്പൊ ഈ മരുന്ന് കുറച്ച് തേച്ച് കഴിയുമ്പോഴത്തെ ആ വേദന അങ്ങ് മാറും. ആ വേദനയൊക്കെ മാറിയപ്പോ ഞാൻ നിർത്തി എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ അതിന്റെ ആ വേരോടെ പിഴുത് കളയണമെങ്കിൽ പറയുന്ന ആ കോഴ്സ് മുഴുവനും അത് നമുക്ക് തേക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നേ. ഇങ്ങനെ ഞരമ്പൊക്കെ പിടിച്ച് അങ്ങനെ കറുപ്പൊക്കെ ബാധിച്ചിരിക്കുന്നതല്ല, അത് തീർത്തും പോയി കഴിയുമ്പോഴത്തേനും നല്ല നിറം വെക്കും. അപ്പൊ ആ അപ്ലൈ ചെയ്യുന്ന തേക്കുന്ന വിധം ഒന്ന് പറയാവോ? വിധം പറയാം. വിധം നമ്മളാ ഫ്രിഡ്ജിൽ വെക്കുന്നു. ദിവസം 2 തവണയാണ് തേക്കേണ്ടത്. ദിവസം 2 തവണ തേക്കണം, രാവിലെയും വൈകുന്നേരം. അപ്പം രാവിലെ നമ്മൾ എണീക്കുമ്പോഴേ ആ ഫ്രിഡ്ജിൽ നിന്ന് 1 സ്പൂൺ എന്തെങ്കിലും ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. ചെറിയ തണുപ്പ് കാണുമല്ലോ തൊട്ട് നോക്കുമ്പോൾ, ചിലപ്പോൾ വലിയ തണുപ്പൊന്നും കാണുമല്ല. അപ്പം തണുപ്പ് കൂടുതലെന്ന് തോന്നുവാണേ ഒരു ഇച്ചിരി നേരം അതവിടെ വെച്ചാൽ അതിന്റെ തണുപ്പ് കുറഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി അതിന്ന് തോണ്ടി കൈക്കകത്ത് തൂത്തിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഇങ്ങനെ തൂക്കുക. ഇങ്ങനെ തൂത്തിട്ട് ഞാൻ ടീച്ചറിന്റെ കയ്യെ കാണിച്ചു തരാം. കാലയിൽ എവിടെയുണ്ടോ, എവിടെ തുടങ്ങിയുണ്ടോ അവിടെ തുടങ്ങി ഇങ്ങനെ കാലയിൽ ഇങ്ങനെ അങ്ങ് മുറുക്ക തിരുമ്മി വിടുക. കാലിന്റെ വിരളെ ചെന്നിട്ട് ഇങ്ങനെ കയ്യെടുക്കുക. ലാസ്റ്റ് എൻഡ് വരെ തിരുമ്മി വിടണം. ഇപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങിയുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങിയേ ഇവിടെ മാത്രം തൂത്താ പോരാ, അങ്ങ് താഴെ വരെ തൂത്തി ഇതിനെ അങ്ങ് ഇറക്കി വിടണം. അത് ശരി, മുകളിലോട്ട് തിരുമ്മരുത്. അതിപ്പോ ഈ ഒരു സൈഡിലാണെങ്കിൽ ആണ്, പക്ഷെ ഇവിടെ മാത്രവും പോരാ, 2 സൈഡും കൂട്ടി 2 കൈ കൊണ്ട് കൂട്ടി തിരുമ്മി ഇറക്കി അങ്ങ് വിടണം. ഓക്കെ, അത് നല്ല ഇത്തിരി ബലത്തിൽ തിരുമണം. നമ്മൾ തന്നെ തിരുമ്മിയാൽ ബലം വരില്ല. വേറൊരാൾ തിരുമ്മുവാണെങ്കിൽ പെട്ടെന്ന് മാറ്റം വരുന്നതാണ്. അത് നല്ലപോലെ അത് പലരും ചെയ്തവര് പറഞ്ഞു. വേറൊരാൾ ചെയ്യുമ്പോൾ തിരുമ്പ ഇച്ചിരി ബലത്തിൽ തിരുമല്ലോ. നമ്മൾ തിരുമ്പുമ്പോ ആ ബലത്തിന് പരിധി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ അത് 1 പ്രാവശ്യം തിരുമ്മി വിട്ടു. പിന്നെയും പാത്രത്തിലുണ്ടല്ലോ ഇച്ചിരോടെ എടുക്കുന്നു, തൂക്കുന്നു, വീണ്ടും തിരുമ്മി വിടുന്നു. ഇതിങ്ങനെ തൂക്കുന്നത് ചെറിയ ചൂട് വരാനാണ്, മൊത്തത്തിൽ ചൂടാക്കുന്ന പോലെ ഇങ്ങനെ നേരത്തെ ഇത്രയും ഭാഗത്തോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ തിരുമ്മി വിടുന്നു. അത് ശരി, ഇതെല്ലാം പുതിയ അറിവുകളാണ്. അത് തിരുമ്മി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ നേരെ നിന്നിട്ട് ഈ നമ്മുടെ കാലിന്റെ 10 വിരളെ മാത്രമായിട്ട് പൊങ്ങുന്നു, ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കുന്നു. അതിപ്പം ഇവിടെ കാണിച്ചു അല്ല, നമുക്ക് പിന്നെ കാണിക്കാം. പിന്നെ 10 വിരളെ മാത്രമായിട്ട് നമ്മളിങ്ങനെ പൊങ്ങുന്നു, വീണ്ടും താഴുന്നു, വീണ്ടും പൊങ്ങുന്നു. അങ്ങനെ എവിടെയും പിടിച്ചോണ്ട് നിൽക്കേണ്ടവർക്ക് പിടിച്ചോണ്ട് നിൽക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു 5 പ്രാവശ്യം ചെയ്യുക. നാളെ ആകുമ്പോൾ ഒരു 2 കൂട്ടുക. ആദ്യമേ ഒന്നിച്ചൊത്തിരി ചെയ്യരുത്, അന്നേരം കാലിന്റെ ഇവിടെ പിടുത്തം വരും. അപ്പൊ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ 2 നാളെ കൂട്ടോ, വീണ്ടും 2 കൂട്ടുക. അപ്പൊ ഈ ഞരമ്പൊക്കെ പിടച്ചിരിക്കുന്നതില്ലേ, ഇത് തേച്ചേച്ചിട്ട് അന്നേരം തന്നെയായി എക്സസൈസ് ചെയ്യുന്നത്. അപ്പം പതുക്കെ ഈ തടിച്ചിരിക്കുന്ന ഞരമ്പുകൾ പതുക്കെ താഴും. അത് ശരി. അപ്പൊ മരുന്ന് അപ്ലൈ ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ, പ്രത്യേക രീതിയിലാണ്. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ചെയ്യേണ്ട എക്സസൈസും ഉണ്ട്. അത് 2ഉം കൂടെ ചെയ്താല് പെട്ടെന്ന് മാറും. പിന്നെ അതിന് പഥ്യമായിട്ട് ഉണ്ട് അയലയും വഴുതനങ്ങയും കൂട്ടലും. മരുന്ന് പുറത്തോട്ടാണെങ്കിലും അകത്ത് കഴിക്കുന്നില്ല കേട്ടോ, പുറത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എങ്കിലും ഫുഡിനകത്ത് പഥ്യമുണ്ട്. അത് നമ്മൾ മരുന്ന് ചെയ്യുമ്പോൾ മാത്രമല്ല, വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മൊത്തത്തില് കാരണം വഴുതനങ്ങ കൂട്ടുന്നവർക്ക് വെരിക്കോസ് വെയിൻ ഉള്ളപ്പോൾ അവർക്ക് കൂടുന്ന യൂറിക് ആസിഡ് കൂടുതലുള്ളവർ തക്കാളി കഴിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വഴുതനങ്ങയും അയലയും വഴുതനങ്ങയും കൂട്ടുമ്പോൾ അത് 1-2 പേര് പറഞ്ഞു അത് കൂട്ടുമ്പോൾ കൂടുന്നുണ്ടെന്ന്. മരുന്ന് ചെയ്യുന്നില്ലെങ്കിൽ പോലും കൂടെ. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്തെല്ലാം അറിവുകളാണ് ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ 3 എണ്ണമായി, വളങ്കടി, ശ്വാസം മുട്ടലും കഫക്കെട്ടും, പിന്നെ വെരിക്കോസ് വെയിൻ, 4മത്തേക്ക് പൈൽസ് സുഖപ്പെടുത്തും. അത് എങ്ങനെയാണേലും ഒരാഴ്ചക്കുള്ളിൽ തീർത്തും പോകും. എത്ര കാലം പഴകിയതാണെങ്കിലും പോകുന്നുണ്ട് ഇപ്പോൾ. കാരണം ഒത്തിരി കാലം പഴക്കമായതാണെന്നും പറഞ്ഞ് വന്ന ആൾക്കാരും 3 ദിവസം കൊണ്ട് പോയി, അല്ലെ 5 ദിവസം കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു ദൈവാധീനമാണ്, പിന്നെ ടീച്ചറുടെ ഒരു കൈപുണ്യമാണ്. അത് കൊടുക്കുന്ന ആള്, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാലും പറയുകയല്ലേ, അവിടെ പെട്ടെന്ന് രോഗികൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? ആ ഡോക്ടറിൽ ഒരു വിശ്വാസം, ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ചാൽ മാറും. അത് ആ ഡോക്ടറുടെ ഒരു ദൈവികമായ ഇടപെടലാണ് അവിടെ വരുന്നത്, ഒരു കൈപുണ്യം. പോവല്ല അവരുടെ മരുന്നും കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം
വിശ്വാസത്തിൽ ചെയ്താലും പോകുകയില്ല. അപ്പം രോഗി ഒന്നാമത് ഡോക്ടറെ ആയാലും വൈദ്യനെ ആയാലും വിശ്വസിക്കണം, മരുന്നിനെ വിശ്വസിക്കണം, പറയുന്നത് പോലെ അതേ ക്രമം പാലിച്ച് അപ്ലൈ ചെയ്യണം. ആഹാരത്തിലാണെങ്കിലും അതേ പഥ്യം പാലിക്കണം. ഇതെല്ലാം കൂടെ നോക്കി കഴിയുമ്പം അതങ്ങോട്ട് മാറുകയും ചെയ്യും. പിന്നെ ഈ മരുന്ന് കൊടുക്കുന്ന ആൾക്ക് ഒരു കൈപുണ്യവും ഒരു ദൈവികമായ ഒരിടപെടലൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ രോഗം പരിപൂർണമായിട്ട് അങ്ങ് മാറും. അപ്പോൾ പൈൽസിനും ഉള്ളിലേക്ക് കഴിക്കുകയല്ല, പുറത്ത് അപ്ലൈ ചെയ്യുകയല്ലേ? അതെ അതെ അതെ. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പഥ്യമോ? പൈൽസ് ഒക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി എണ്ണയെ വറുത്തതൊക്കെ ഒഴിവാക്കാന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അത് എപ്പോഴും അങ്ങനെയാണ്. മരുന്ന് ചെയ്യുന്നില്ലെങ്കിൽ പോലും കൂടെ അതൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ കോഴിമുട്ട എങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കോഴിമുട്ടയൊക്കെ കഴിച്ചാലും വറുത്തതും പൊരിച്ചതും കോഴിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുവെന്ന് കോഴിയിറച്ചി, മുട്ട ഒക്കെ. അപ്പോൾ 4ാമത്തെ ഐറ്റമാണ് പൈൽസ്. 5ാമതൊരു ഐറ്റം ഉണ്ടല്ലോ, എന്താണത്? പൊള്ളലിനുള്ള മരുന്ന്. പറഞ്ഞോ. അത് എത്ര വലിയ പൊള്ളലും മാറണല്ലേ? അത് അന്നേരം നമ്മുടെ കയ്യിൽ മരുന്നുണ്ടായിരിക്കണം. എത്ര വലിയ പൊള്ളലാണേലും ആ പൊള്ളുന്ന അന്നേരം ഒറ്റ പ്രാവശ്യം മരുന്ന് ഇങ്ങനെ തൂക്കുക. ഒരു കൂടിയ പൊള്ളലാണെങ്കിൽ, ഒരു തിളച്ച വെള്ളമൊക്കെ വീണിട്ടുള്ള പൊള്ളലാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ പതുക്കെ അതങ്ങ് തൂത്തോണ്ടിരിക്കുക. അല്ല, തൂത്തോണ്ടിരിക്കണ്ട, ഒറ്റ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് തൂത്താൽ മതി. ആ പൊള്ളുന്ന അന്നേരം കൈ കൊണ്ട് ഇച്ചിരി കയ്യിലോട്ട് ഒഴിച്ചിട്ടല്ലേ, തൂവലൊന്നും അന്നേരം നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ ശകലം കയ്യെ തേച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തൂക്കുന്നു. അത് നമുക്ക് ഇങ്ങനെ അറിയാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റും കൊണ്ട് അത് പതുക്കെ ഇങ്ങനെ അങ്ങ് വേദന ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. പിന്നെ തൊടാൻ പറ്റിയല്ലോ പൊള്ളി ഇരിക്കുന്ന അവസ്ഥയില്. തൂക്കൊന്നും വേണ്ട, ഈ ഒറ്റ പ്രാവശ്യം തൂക്കുന്നേ ഉള്ളൂ. അത് അന്നേരം തൂക്കുക. എന്നിട്ട് ആ പതുക്കെ നമുക്ക് അതിന്റെ ആ നീറ്റലും എല്ലാം അങ്ങ് മാറും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ഇല്ലേ ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ടീച്ചറെ, അടുക്കളയിൽ പണിയുമ്പോ എപ്പോഴും എന്റെ കൈ കൊണ്ടുപോയിട്ട് ചീനിച്ചട്ടിയുടെ വക്കയില് ഇത് പഴുത്തിരിക്കുന്നതിലെല്ലാം കൊണ്ട് കുത്തും. അപ്പൊ ഞാൻ തേനിന്റെ ഒരു ചെറിയ ബോട്ടിൽ അവിടെ വെച്ചേക്കും. തേനെടുത്ത് അന്നേരം അങ്ങ് തേക്കുവേ. ചെറുതാകുമ്പോൾ പിന്നെ അത് മതി. പക്ഷെ ടീച്ചർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മളുടെ എല്ലാവരുടെയും വീട്ടില് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു ഈ പൊള്ളലിന്റെ മരുന്ന്. എണ്ണയല്ലേ അത്? എണ്ണ. ഇത് എത്ര വലിയ പൊള്ളലാണേലും കൊമളയ്ക്കുവല്ല. ദൈവമേ, കൊമളച്ച് കേട്ടല്ലോ, എത്ര വലിയ പൊള്ളലാണേലും കൊമളയ്ക്കുകയല്ല. അപ്പൊ അത് എല്ലാരും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഓരോ ബോട്ടിൽ, ചെറിയ ബോട്ടിലല്ലേ വാങ്ങി വീട്ടില് സൂക്ഷിച്ചോണം. ഒരു എമർജൻസി കിറ്റായിട്ട് അത് വാങ്ങി സൂക്ഷിച്ചോളണം. കാരണം പൊള്ളിക്കഴിഞ്ഞിട്ട് ടീച്ചറിനെ വിളിച്ചു പറഞ്ഞിട്ട് ടീച്ചർ എന്നെ അയച്ച് അവിടെ എത്തുമ്പോഴത്തേനും നമ്മുടെ പൊള്ളലൊക്കെ അങ്ങേറ്റത്തെത്തിയിട്ടുണ്ടാവും. വേഗം കരിയും, പക്ഷെ പാടൊക്കെ ഉണ്ടാവും. ഓൺ ദ സ്പോട്ടിൽ അപ്ലൈ ചെയ്താല് പാടുമില്ല. ഞാൻ തമാശ അല്ലേ ടീച്ചറെ, ചിരിച്ചോണ്ടാ പറഞ്ഞെങ്കിലും കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിലും ഇത് കൂട്ടൊരെണ്ണം വാങ്ങി വെച്ചാൽ എന്തോ ഒരു ഉപകാരമാണ്. കൊച്ചു കുട്ടികളില്ലേലും ആർക്കാണേലും ഏത് പ്രായക്കാർക്കാണേലും അല്ലേ? താങ്ക് ഗോഡ്. ഇത്രയും കൈപുണ്യവും ഇത്രയും മരുന്നുകളെ കുറിച്ചുള്ളൊക്കെ പഠിക്കുകയും അത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യവും കൂടെ ഉണ്ട്. 5 അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞേ? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, കൊളസ്ട്രോളിന് കൊടുക്കുന്നുണ്ട്. ടീച്ചർ ഇന്നാളെ എന്നോട് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നു? കൊളസ്ട്രോളിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോൾ എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ അതനുസരിച്ച് വേണം എത്ര ദിവസത്തേനത് കഴിക്കണമെന്ന് ലെവല് നോക്കിയിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കൊളസ്ട്രോളിന്റെ അളവ് അറിയണം. എന്നിട്ട് വേണം എത്ര ദിവസത്തേനെന്ന് അറിഞ്ഞ് അത് ഉള്ളിലോട്ടാ, അത് മാത്രം ഉള്ളിലോട്ട് മാത്രം കുടിക്കാനായിട്ട്. അപ്പൊ അതിന് പഥ്യമുണ്ടോ? അതിന് അങ്ങനെ വലിയ പഥ്യമില്ല. അത് ഈ പറഞ്ഞാലോ വറുത്തതും പൊരിച്ചതും ആണ് കൊളസ്ട്രോൾ കൂട്ടുന്ന കാര്യങ്ങൾ അതാണല്ലോ. അത് മാത്രമല്ല പ്രത്യേകിച്ച് പഥ്യം എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. അത് എങ്ങനെയാ? 2 നേരമോ 1 നേരമോ? അത് ആ മരുന്ന് കൊടുക്കുന്ന മരുന്ന് കട്ടൻ ചായക്കകത്ത് 2 ഗ്ലാസ് ലൈറ്റ് കട്ടൻ ചായ അതിനകത്ത് അത് ഒഴിച്ചിട്ട്, അതിന്റെ അളവ് പറയും, അതന്നെ ഒഴിച്ചിട്ട് വെറും വയറ്റിൽ 1 ഗ്ലാസ് കുടിക്കണം. അന്നേരം മറ്റേ 2ാമത്തെ ഗ്ലാസ് കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിക്കുക, വേണേ കുടിക്കാം, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുടിക്കുക. അങ്ങനെ 1 ഗ്ലാസ് വെറും വയറ്റിലായിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഗ്ലാസ് എപ്പം വേണേലും കുടിക്കാം, വെറും വയറ്റിലാണേലും കുഴപ്പമില്ല. ശരി. അപ്പോൾ ഒരു കാര്യവും കൂടെ മാത്രം ചോദിക്കുകയാണ്. ഈ മരുന്നുണ്ടാക്കുന്നതിലേക്ക് ആ പേപ്പർ കട്ടിങ്ങിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഇത്രയൊക്കെ ഗവേഷണം നടത്തി ഈ വലിയ വലിയ രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എവിടുന്നാ? ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ ലേഹ്യം ഉണ്ടാക്കിയത്, പിന്നെ എൻ്റെ നാത്തൂന് സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ പിന്നെ ആയുർവേദം പഠിച്ചതാണ്.
സിസ്റ്ററിന് ഗവൺമെൻറ്റിൻ്റെ വക നേരത്തെ മൈസൂരിലായിരുന്നു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അവിടെ മരുന്നെല്ലാം ആക്കി കൊടുക്കുന്നൊക്കെ. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ ലേഹ്യം സിസ്റ്ററിന് കൊടുത്തു. അപ്പോൾ സിസ്റ്റർ അതവിടെ കൊണ്ട് ഉപയോഗിച്ച് നോക്കി. എന്നുവെച്ചിട്ട് എന്നോട് പറഞ്ഞു നല്ലതാണ്, നിനക്കെന്തോ കൈപ്പുണ്യമുണ്ട്, അപ്പം എനിക്ക് അറിയാവുന്ന കൂടെ എന്തെങ്കിലും പഠിപ്പിച്ചു തരാം, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കും ഒത്തിരി ആൾക്കാർ ഈ വേരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലാതെ പുറത്തുനിന്നാണെങ്കിലും ആൾക്കാരെ കണ്ടു. അത് അവരെല്ലാം മരുന്ന് മേടിച്ചിട്ടും പോകുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പം പിന്നെ അന്നേരം ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ഇതിന് മരുന്നുണ്ടെങ്കിൽ പഠിക്കുവാണെങ്കിൽ അത് മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആൾക്കാരുടെ കഷ്ടപ്പാട് കണ്ടപ്പം അങ്ങനെ ആണ് എന്നെ പഠിപ്പിച്ചു തന്നു. പിന്നെ ആദ്യം എന്നോട് ഒരു ലീവിന് വരുന്നതിന് മുമ്പേ പറഞ്ഞു ഇന്ന ഐറ്റങ്ങൾ ഇന്ന അളവിൽ വാങ്ങി വെക്കാമെന്ന്. ഞാൻ വാങ്ങി വെച്ചു. സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആക്കുന്ന മുഴുവൻ ഞാൻ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് അതേ അളവെല്ലാം വാങ്ങാൻ പറഞ്ഞു. വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു ഇനി ഉണ്ടാക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നോക്കി എന്നിട്ട് ഓക്കെ ആയി. അങ്ങനെ എന്താണ്, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ടീച്ചറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത, കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലെ ഹസ്ബൻഡിൻ്റെ പെങ്ങള് കന്യാസ്ത്രീയാണല്ലേ, ഈ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളും കൂടി ആയതുകൊണ്ട് രണ്ടും കൂടെ ഒത്തുചേർന്നപ്പോൾ ടീച്ചറിന് ഇങ്ങനെ ഒരുപാട് പേരുടെ അനേകരുടെ പിന്നെ വേദന ഒപ്പാനായിട്ട് രോഗസൗഖ്യം കൊടുക്കാനായിട്ട് ദൈവം ടീച്ചറിലൂടെ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമൂലം ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഇടവരട്ടെ. ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക, ലോകം മുഴുവനും. എന്താണെന്നറിയാമോ, ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് അത് ആശ്വാസമായി മാറട്ടെ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. കാര്യം ഒരു രോഗം വന്നാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. തക്കതായ ഒരു രോഗം വന്നാൽ നമ്മൾ മാത്രമല്ല കുടുംബത്തിലുള്ളവരെല്ലാം ബുദ്ധിമുട്ടും നമ്മളെ കൊണ്ട് അല്ലേ. അപ്പോൾ ഇത് വലിയ 10 ലക്ഷം ഒക്കെയാണ് ഓരോ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്താ പൈൽസിനും വെരിക്കോസ് വെയിനും ഒക്കെ ആയിട്ട്. അത് ചെയ്താലും പൂർണ്ണമായും മാറുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക വേറെ. വെരിക്കോസ് വെയിൻ പിന്നെയും വരുന്നുണ്ട്. പിന്നെയും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്തവരെല്ലാം അറിയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ, അവരോടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പൈൽസ് കൊണ്ട്, അതുപോലെ എന്താണ് വെരിക്കോസ് വെയിൻ കൊണ്ട്, പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞ വിട്ടുമാറാത്ത പനി, ജലദോഷം, കഫക്കെട്ട് ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ, കൂടാതെ കൊളസ്ട്രോളിനുള്ള മരുന്നുണ്ട്, കൂടാതെ പൊള്ളലിനുള്ള ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. പാടുപോലും ഇല്ലാതെ കൊമളയ്ക്കാതെ എത്ര വലിയ പൊള്ളലായാലും അപ്പോഴേ ഇതെടുത്ത് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു പുണ്യം തന്നെയാണ് ടീച്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചിലർക്ക് ഈ കാലിന്റെ പത്തിയല് ചൊറിഞ്ഞിട്ട് പൊട്ടും. ആ ചൊറിഞ്ഞിട്ട് പൊട്ടുന്ന ബ്ലഡ് അല്ല വരുന്നത്, വെള്ളം വരും. ഭയങ്കര നീറ്റലും പുകച്ചിലും ആൾക്കാര് ചിലർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ചിലർക്ക് വരുന്നുണ്ട്. അത് കരിയാനായിട്ടുള്ള എണ്ണയുണ്ട് വേറെ. അത് വേറൊരു എണ്ണയുണ്ടെന്ന്, ഈ വെരിക്കോസ് വെയിനിന്റെ പൊട്ടിയിട്ട് ബ്ലഡ് അല്ലാതെ വെള്ളം വരുമ്പോൾ ബ്ലഡ് വരുന്നതിനും ഉണ്ട്, പൊട്ടുന്നതിനും കരിയാനായിട്ടുള്ള എണ്ണ വേറെ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ അത് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ മേടിച്ച് നേരത്തെ പൊള്ളലിന്റെ എണ്ണ പറഞ്ഞ പോലെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. പൊട്ടിക്കഴിഞ്ഞിട്ട് അല്ലാതെ പൊട്ടുന്ന കഴിഞ്ഞ എന്താണല്ലോ ആ ബ്ലഡ് വരുന്നത് പോയി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞാലും മതി. പിന്നെ ആ കാലിന്റെ പത്തിയാൽ ആ ചൊറിച്ചിലുണ്ടാകുന്ന അതും അങ്ങനെ ചൊറിച്ചിലുള്ളവർക്ക് ഈ മരുന്ന് മേടിക്കാൻ വരുമ്പോൾ മേടിച്ചോണ്ട് പോകുക. അത് ടീച്ചറെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാനൊരു ഓൺലൈനിൽ ഒരു ഹണി വാക്സ് ക്രീമെന്നും പറഞ്ഞിട്ട്, തേൻ തന്നെയാണ്, തേനിൻ്റെ മെഴുകും വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞൾ പൗഡറും ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വേറെ ഒരു കെമിക്കലും ഇല്ല, 100% നാച്ചുറലാണ്. അത് മെയിനായിട്ടൊരു ബ്യൂട്ടി ക്രീമായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഫെയർനെസ് ക്രീം. പക്ഷേ അത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളംകൈയിലെടുത്ത് തിരുമ്മിയിട്ട് മുട്ടുവേദന, നടുവേദന, എളിക്ക് മിന്നല്, ഉളുക്ക, കോച്ച് ഒക്കെ മാറുന്നുണ്ട്. ഇന്നാളെ എനിക്കുള്ള ഒരു എളിക്ക് മിന്നൽ വന്നിട്ട് ഞാൻ 2 ദിവസം തേച്ച് കൊടുത്തപ്പോൾ അത് അതുപോലെ പോയി. പിന്നെ അതുപോലെ ഒരു ചേച്ചിക്ക് ഞാൻ കൊടുത്തിട്ട് 5 കൊല്ലമായിട്ട് മടക്കാൻ പറ്റാതിരുന്ന മുട്ട് മടങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ചേച്ചി എന്നെ ചിരിപ്പിച്ച ഒരു കമന്റ് പറഞ്ഞു, വേദനയുടെ ആധിക്യം കൊണ്ട് അവർ ദിവസം 2-3 നേരം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 21 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചപ്പോൾ ആ ചേച്ചി പറയാ മുട്ട് വെളുത്തെന്ന്. ടീച്ചർ പറഞ്ഞില്ലേ വെരിക്കോസ് വെയിനിന്റെ ആ കറുപ്പ് മാറുന്നു, കാലയിലെ കറുപ്പ് ഈ മരുന്ന് തേച്ചാലും എണ്ണ തേച്ചാലും. അതുപോലെ ഈ ക്രീം
തേച്ചാല് പിന്നെ കറുപ്പ് മാറും. അപ്പൊ ഉണ്ടല്ലോ ആ ചേച്ചിയുടെ അടുത്ത് പോയി ഒരു വീഡിയോ അവരെ കൊണ്ട് തന്നെ പറയിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ചില കസ്റ്റമേഴ്സ് ഡൗട്ട് ചോദിച്ചായിരുന്നു, വെരിക്കോസ് വെയിനിന്റെ വന്നിട്ട് തടിച്ചു കിടക്കുന്ന പാട് മാറുമോ കറുപ്പ് മാറുമോ എന്നൊക്കെ ഇത് തേച്ചാല്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ട് എന്നെ സംബന്ധിച്ചുണ്ടല്ലോ, പക്ഷെ ടീച്ചറെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ക്രീമിന്റെ ഡൗട്ട്സ് ചോദിക്കുമ്പോഴേ ഞാനൊരു കസ്റ്റമറോട് എനിക്കൊരു ക്രീം ചിലവാകട്ടെ എന്ന് വിചാരിച്ച് ചാടിക്കയറി ഇത് വാങ്ങിക്കോ മാറുമെന്ന് ഞാൻ പറയുകയില്ല. ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും മുഴുവൻ കേട്ടല്ലോ, ആ ഒരവസ്ഥയെപ്പറ്റി എനിക്ക് അറിയത്തില്ല, ഇതിനു മുമ്പ് ഒരു കസ്റ്റമർ അങ്ങനെ ചെയ്ത് എനിക്കറിയില്ല, നേരിട്ടറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇതിന് ഇത്രയേ റേറ്റ് ഉള്ളൂ, നിങ്ങൾ ഒരെണ്ണം വാങ്ങി നോക്ക്. ഉള്ളിലേക്ക് കഴിക്കുന്നതല്ലല്ലോ, പേടിക്കണ്ടല്ലോ, അപ്ലൈ ചെയ്ത് നോക്ക്. എന്നിട്ട് മാറിയെങ്കിൽ അത് നമുക്കൊരു ഫീഡ്ബാക്ക് തന്നാൽ ഇനിയുള്ള കസ്റ്റമേഴ്സിനോട് പറയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ചോദിക്കുന്നവരോട് ടീച്ചറിൻ്റെ നമ്പർ കൊടുത്താൽ ആ എണ്ണ കൊടുത്താൽ വെരിക്കോസ് വെയിനിൻ്റെ പാട് മാറും. ശരിയല്ലേ? അല്ല, എണ്ണ കൊടുത്താൽ വെരിക്കോസ് വെയിൻ ഉള്ള ആളിന്റെ ആ വെരിക്കോസ് വെയിന്റെ മരുന്ന് തേച്ച് ആ വെരിക്കോസ് വെയിൻ മാറിയാലേ വെളുക്കും. മാറിക്കഴിയുമ്പോൾ ആ കറുപ്പ് മാറും. അങ്ങനെയാണ്. അല്ലാതെ വെരിക്കോസ് വെയിൻ മാറാതെ ആ തൊലിപ്പുറത്തെ കറുപ്പ് മാത്രം മാറുമെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞു അനുഭവമില്ല, എനിക്കറിയത്തില്ല. നമുക്ക് അനുഭവം ഇല്ലാത്ത അതിനു വേണ്ടിയല്ലല്ലോ മെയിന് പാട് മാറുക എന്നുള്ളതല്ലല്ലോ, വെരിക്കോസ് വെയിൻ മാറുക എന്നുള്ളതാണ്. അത് മാറിക്കഴിയുമ്പോൾ ഈ പാടും കറുപ്പും എല്ലാം മാറി അനുബന്ധമായിട്ട് അങ്ങ് മാറിക്കോളും, കാലിന് നിറം വെക്കും. അതാണ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മരുന്നൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതെന്നാത്തിന്റെ ടീച്ചറെ? അത് പൈൽസിന്റെ. പൈൽസിന്റെ. ഇത് എണ്ണ പോലെയാ അല്ലേ? ലിക്വിഡ്, കുറച്ച് ലൂസ് ആയിട്ടുള്ള ലിക്വിഡ് രൂപത്തിലാണ്. അത് ഫ്രിഡ്ജിലല്ല കേട്ടോ വെക്കുന്നത്. ഇത് ദിവസം എത്ര നേരം അപ്ലൈ ചെയ്യണം? അങ്ങനെയുണ്ടോ? അത് ദിവസം ഒരു നേരം മതി. ഒരു പ്രാവശ്യം മതി. പിന്നെ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞു. ഓക്കെ, അതങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. ഇതെന്തിന്റെയാ? വെരിക്കോസ് വെയിനിന്റെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതാ വേർത്തൊഴുകുന്നു. ഫ്രിഡ്ജിലിരുന്ന് വേർത്തൊഴുകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്തതുകൊണ്ട് വേർത്തൊഴുകുന്നു. അത് നന്നായി. അപ്പൊ രസികത്തിയാണല്ലേ? 4 ബോട്ടില് ടീച്ചർ ഇപ്പം എടുത്തോണ്ട് വന്ന് കാണിച്ചു. ഇനി ഇതെന്തിന്റെയാ ടീച്ചറെ? അത് കാല ചൊറിഞ്ഞ് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചൊറിഞ്ഞ് പൊട്ടുന്നതിന്. അപ്പൊ ഇത് വെരിക്കോസ് വെയിനിന്റെ മരുന്ന്. ഇത് വെരിക്കോസ് വെയിനിന്റെ ചൊറിഞ്ഞിട്ട് പൊട്ടി വെള്ളം ഒഴുകുന്നതിന് ബ്ലീഡിങ് ഉണ്ടായാലും അത് കഴിയുമ്പം പരട്ടുന്ന മരുന്ന് അല്ലേ? ഓക്കെ. ഇത് പൊള്ളലിന്റെ മരുന്ന്. എല്ലാം നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അത് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതിൽ നിന്നൊരു ഇച്ചിരി എടുത്തു കൊടുത്താൽ മതിയാവും. കാരണം എന്നെ പഠിപ്പിച്ചവരൊക്കെ പറഞ്ഞൊരു വായുഗുളിക മേടിക്കുന്ന കുപ്പിയുള്ള ആ കുപ്പിയില് കൊടുത്താൽ മതി. കുപ്പിയുടെ അത്രയുള്ള കുപ്പിയിൽ മതി ഒരു വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ അത് മതി. കാരണം അത് ഒന്ന് തൊട്ട് തേക്കേണ്ടതേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം തേക്കേണ്ടതുള്ളൂ. ഒരു തുള്ളി തൊട്ടാൽ മതി. ഒരു തുള്ളി തൊട്ടാല് ഇങ്ങനെ നമ്മള് ആ കയ്യെ തൂത്തിട്ട് ഇങ്ങനെ തൂത്താല് ഒറ്റ പ്രാവശ്യം തേക്കുന്നുള്ളൂ അല്ലേ? പൊള്ളുമ്പോഴേ അപ്പൊ എന്താന്ന് വെച്ചാ വീട്ടിലുള്ള മെമ്പേഴ്സ് എല്ലാരും അറിഞ്ഞോണ്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം ഇതിങ്ങനെ വെച്ചേക്കണം. എന്നാ ആർക്ക് വന്നാലും പുള്ളിയാലും അന്നേരം എടുത്തങ്ങ് തേക്കാം. പിന്നെ ആ തപ്പി നടക്കാൻ നിൽക്കണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത ഒരു വീട്ടില് എന്നോട് മേടിച്ചു വെച്ചിരിക്കുന്ന അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൈ പൊള്ളി പാടായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ മരുന്നില്ലായിരുന്നു. അതെ, തൂക്കാൻ ഇച്ചിരി താമസിച്ചു പോയി പൊള്ളിക്കഴിഞ്ഞിട്ട്. പക്ഷെ കൊമളച്ചില്ല, ആ പാടവിടെ കാണാനുണ്ട്. മരുന്ന് അപ്പോഴേ തൂത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പാടുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇത് അടുക്കളയിലെങ്ങാനുമാണ് എല്ലാരും കാണുന്നിടത്ത് വെക്കേണ്ടത്. കാരണം കൂടുതലും അടുക്കള പണിയുമ്പോഴാണല്ലോ പൊള്ളൽ വരുന്ന, അടുക്കളയുമായി ബന്ധപ്പെട്ടാണ്. ഏത് തരത്തിലുള്ള പൊള്ളലിനും ഇപ്പം തിളച്ച വെള്ളം വീണോ അല്ല വേറെ എന്തെങ്കിലും ചട്ടിയാല സ്റ്റൗവില മുട്ടിയോ, എന്റെ സ്വഭാവം പോലെ. പിന്നെ ഇസ്തിരിപ്പെട്ടി എടുക്കുമ്പോ അവിടെ ആണേലും അപ്പം ടീച്ചറിന്റെ സ്വഭാവം പോലെ പറഞ്ഞാൽ കഴിഞ്ഞ പൊള്ളിയത് മുമ്പേ കാണിച്ചു. അപ്പം പിന്നെ ടീച്ചർ ഇത് കൊണ്ടുപോയി ടീച്ചറെ വണ്ടി ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ ഈ 2 കയ്യേലും ഇച്ചിരി വെളുത്ത കയ്യുവാണല്ലോ, സ്ഥിരം ഇങ്ങനെ ഒരു വര പോലെ പൊള്ളലിന്റെ പാടുണ്ടാവും. എന്നിട്ട് എല്ലാവരും ചോദിക്കും ഇത് എന്നാ പറ്റിയതാന്ന്. ഈ തിരക്കിട്ട് പണിയുമ്പോ ഇനി അതുപോലെ പാട് വരുവല്ലോ, പാടില്ലാതെ പൊള്ളിയാൽ അന്നേരം ഒന്ന് തൊട്ട് തേക്കുക. താങ്ക് യു. ഇതിപ്പോ ഒരു മുഴുത്ത ഈസ്റ്റിന്റെ ഒക്കെ കുപ്പി അല്ലേ? കുപ്പിയല്ലേ? ഇതിലൊരു തുള്ളി മതി. ഇങ്ങനെ കയ്യാൽ ഒന്ന് തോണ്ടിയിട്ട് എവിടെ പൊള്ളിയോ അവിടെ ഇങ്ങനെ ഒന്ന് തൂത്താൽ മതി.
അന്നേരം നമുക്കറിയാം ഇങ്ങനെ പതുക്കെ പതുക്കെ ആ പുകച്ചിൽ പോലെയുള്ളതങ്ങ് പോകുന്നു, നമുക്ക് ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യും. ആ ഹണി വാക്സ് ക്രീം തേച്ചാലും ഇങ്ങനത്തേതല്ല കേട്ടോ ഞാൻ പറയുന്നത്. പൊള്ളിക്കഴിഞ്ഞേച്ച് ഇതുപോലെ ഇരിക്കുന്ന ചെറിയ പാടുകളില്ലേ, അത് കുറച്ചധികം നാൾ തേക്കുമ്പോൾ അതും കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്കിന്നിൽ വരുന്ന കുറേ അധികം പാടുകളുമായും അത് തേച്ചാലും. ഇത് പക്ഷേ നല്ല പൊള്ളലിന് അന്നേരം എടുത്ത് അപ്ലൈ ചെയ്ത് ഈ പൊള്ളിയത് ഇത് വേറെ ഒരു ഇത് കരിഞ്ഞ ഒരാള് ചിറ്റാൽക്കല്ല, ഒരാള് ബൈക്കേന്ന് വീണു. ബൈക്കേന്ന് വീണിട്ട് ടാറിങ്ങാല് കൈയെല്ലാം ഒരഞ്ഞിട്ട് ഇവിടെ തൊലിയെല്ലാം പോയി. അങ്ങനെ തൊലിയെല്ലാം പോയിട്ട് ചെറുപുഴ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് മേടിച്ചു. എന്നിട്ടും കരിഞ്ഞില്ല. അപ്പൊ ആരോ പറഞ്ഞു ടീച്ചറിന്റെ അടുത്ത് പിന്നെ മുറിവെണ്ണ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു മുറിവെണ്ണയില്ല, എൻ്റെ കയ്യിൽ ഇച്ചിരി പൊള്ളലിന്റെ മരുന്നുണ്ട്, അത് ഈ മുറിവിന് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണേലും കൊണ്ടുപോയി നോക്ക് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലൊരു കുപ്പിയിലാകെ ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് കൊടുത്തു കൊണ്ടു. ആ ചേട്ടൻ അതും കൊണ്ട് പോയി. ഇവിടെ തുടങ്ങിയ തൊലിയില്ല, പെയിന്റ് മൊത്തം പോയതാ, കരിയുന്നില്ല. മരുന്ന് മേടിച്ചിട്ടും പഴുക്കുവാന്നാ പറയുന്നത്. എന്നാണേലും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ തിരിച്ചു വന്നു. അന്നേരത്തേന് ഇത് കൊടുത്തു വിട്ടത് കാരണം ഞാൻ ഇച്ചിരി ഉണ്ടാക്കി വെച്ചായിരുന്നു. എന്റെ നല്ല കരിവായി കേട്ടോ, ഉണ്ടെങ്കിൽ ഇച്ചിരി മുറിവിനും പറ്റുമെന്നുള്ളത് അന്നേരം മനസ്സിലാക്കിയത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഈ പൊള്ളലിൻ്റെ ഉള്ളൂ, പക്ഷെ മുറിവിന് പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും പറ്റിയാല് നമ്മള് പറയല്ലേ അങ്ങനെ കൂടെ പറഞ്ഞാൽ കൊടുത്തോട്ടെ. പക്ഷെ 4ാമത്തെ ദിവസം തോന്നുന്നു ആ ചേട്ടൻ തിരിച്ചു വന്നു. എൻ്റെ കരിവായി, ഇപ്പം പഴുക്കൊന്നും ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഇച്ചിരി തരാൻ പറഞ്ഞു. പിന്നെ ഇതുപോലെ ഒരു കുട്ടിയുടെ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞു ഒന്നുമില്ല, കരിഞ്ഞു. അപ്പം മുറിവിനും പറ്റുമെന്നുള്ളത്, പൊള്ളലിനുള്ള മരുന്ന് മുറിവിനും അത്യാവശ്യം പറ്റൂന്നുള്ളതാണ്. ചെറിയ മുറിവ് അങ്ങനെയല്ല, അങ്ങനെയല്ല ഈ തൊലിയൊക്കെ പോയി ഇതിപ്പം അങ്ങനെ വണ്ടിയെന്ന് വീണ് ഒരഞ്ഞ അങ്ങനെയൊക്കെ തൊലി പോകുന്നതിന് പറ്റുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അതങ്ങനെ ഒരാൾ പറഞ്ഞത് ഒരു തെളിവുണ്ട്. ഞാനും അതാണ് ചില കാര്യങ്ങൾ ആ ക്രീമുമായി ബന്ധപ്പെട്ട ടീച്ചറെ, ഞാൻ ആദ്യം അത് ആ സെയിലിലേക്ക് വരുന്നതിന് മുമ്പ് 1 മാസം ഞാൻ ചിലർക്കൊക്കെ ഇതുപോലെ കൊടുത്ത് പരീക്ഷിച്ചു. മുട്ടുവേദനയുടെ ചേച്ചി, പിന്നെ ഒരു പെങ്കൊച്ച് ഞാൻ പഠിപ്പിച്ചത് അവിടെ ഒരു ഷോപ്പിൽ നിൽക്കുന്നതാണ്. അവൾ ഈ കൈമുട്ട് ഇങ്ങനെ അവിടെ ഒരു ചില്ലിട്ട ഒരിതുണ്ടല്ലോ, അതേൽ ഇങ്ങനെ വെച്ച് തഴമ്പായി ഇവിടെ 2 കയ്യിലും കറുത്ത് കിടക്കുവാ കല്ലിച്ച്. ആ തഴമ്പ് മാഞ്ഞു ആ ക്രീം തേച്ചിട്ട് കേട്ടോ. അതുപോലെ കാലിന്റെ ഉപ്പൂറ്റി വിണ്ടു കീറിയത്, ഇങ്ങനെ കുറെ പേർക്ക് ഞാൻ കൊടുത്ത് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കസ്റ്റമേഴ്സിനോട് പറയുന്നത്. പിന്നെ പറയാൻ മറന്നുപോയി ഒരു മരുന്നുണ്ടായിരുന്നു, നടുവേദന ഇങ്ങനെ ഈ ഇണക്കിനൊക്കെ ജോയിന്റ് പെയിന്, ആ നടുവേദന അതിനൊരെണ്ണ ഉണ്ടായിരുന്നു, ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്പർ കൂടി വരുന്നുണ്ട്, അത് മറന്നുപോയിരുന്നു പറയാൻ. കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് ആർക്കും കൊടുത്തില്ല, നേരത്തെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം കൊട്ടക്കൊട്ട് കുറത്തിരിപ്പുണ്ട്, മറന്നുപോയി. അത് ശരി. അങ്ങനെ മരുന്നുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇനിയും ടീച്ചറുടെ ഗവേഷണ ബുദ്ധി പ്രയോഗിച്ച് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മരുന്നുകൾ ഉണ്ടാക്കണം കേട്ടോ. സമയം മിച്ചമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇഷ്ടം പോലെ സമയം ഇതൊക്കെ ചെയ്തിട്ടും സമയം മിച്ചമാണെന്നല്ലേ പറഞ്ഞേ? അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. വേറെ ഒരെണ്ണ ആദ്യമേ ഉണ്ടാക്കുന്നുണ്ടായി, ഇപ്പൊ അത് നിർത്തി. കാരണം അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ വേണം. അത് കാരണം അതിനറിയാം ഈ ചിലർക്കില്ലേ രാവിലെ തലവേദന, മൈഗ്രെയിൻ, രാവിലെ എണീക്കുമ്പോഴప్పుడు തലവേദന എന്ന് പറയാം, സ്ഥിരമായിട്ട് തലവേദന. അതിനൊരു എണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് പാടാ, അതിന്റെ സാധനങ്ങളെല്ലാം കിട്ടണല്ലേ. അതിനകത്ത് പിന്നെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് അല്ലാതെ പച്ചമരുന്നും ഉണ്ട്. അപ്പം അത് ആ പച്ചമരുന്നിന്റെ ഐറ്റങ്ങളെല്ലാം എനിക്കിവിടെ പറഞ്ഞില്ല. അപ്പൊ അത് കാരണം ആദ്യം 1-2 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്, പിന്നെ ഞാനതങ്ങ് നിർത്തി. പിന്നെ നമ്മള് ടീച്ചർ ഇത്രയൊക്കെ ചെയ്യുന്ന ടീച്ചറിന് ആ പച്ചമരുന്നിന്റെ ഐറ്റം കണ്ടുപിടിച്ച് പറമ്പിക്കൊണ്ട് നടാവെങ്കിൽ ആ എണ്ണ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ അത്രയ്ക്ക് ആളൊന്നും അന്വേഷണം വരുന്നതല്ല. ഇതാണ് ഞാൻ നോക്കിയിട്ട് ഈ വെരിക്കോസ് വെയിൻ പൈൽസ് അത്രയും 2 എണ്ണമാണ് ഏറ്റവും പ്രശ്നകാരി. അതുകൊണ്ട് അത് ആൾക്കാരുടെ പോവാന്ന് മാത്രം. ആൾക്കാർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് വെരിക്കോസ് വെയിനിന്റെയും പൈൽസിന്റെയും കാര്യങ്ങളുണ്ടാണ്. അതുകൊണ്ട് അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കേട്ടല്ലോ, വെരിക്കോസ് വെയിനിന്റെയും പൈൽസിന്റെയും മരുന്ന് എപ്പോഴും ടീച്ചറിന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. ആയുർവേദ മരുന്നാണ് അല്ലേ? അതെ, ആയുർവേദം ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഇത് രണ്ടും പുറമേ മാത്രം അപ്ലൈ ചെയ്യുന്നതാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്നോളൂ. ഓക്കെ, അപ്പൊ ഇതിനി പൊള്ളുമ്പോൾ ഞാൻ ഇതെടുത്ത് തേച്ചോളാം കേട്ടോ. അഭിപ്രായം പറയുക. ഓക്കെ, അഭിപ്രായം പറഞ്ഞേക്കാം.